വാർത്തയിലേക്കാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ന്യൂസിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. കഴിഞ്ഞ മാസം 24-ാം തീയതി കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി എന്ന കപ്പൽ, ആ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മത്സ്യമേഖലയ്ക്കുണ്ടായ വലിയ നഷ്ടം, അതിനൊക്കെ കാരണം ഈ കപ്പൽ അപകടമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ FIR അടക്കം വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഷെഫീദ് റാവുത്തറും വിഷ്ണു സുരേഷും വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. വിഷ്ണുവിലേക്ക് വീണ്ടും പോവുകയാണ്. വിഷ്ണു, ഇപ്പോൾ അല്പസമയം മുൻപാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നമ്മളോട് പ്രതികരിച്ചത്. ആ സമയത്ത് മിനിസ്റ്റർ പറയുന്നു, ഈ പറയുന്നതിൽ കേസെടുക്കാൻ ഒരു കാലതാമസവും വന്നിട്ടില്ല, ചില നിയമോപദേശം തേടേണ്ടതുണ്ടായിരുന്നു, അത് തേടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ കേസെടുത്തിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എന്നുകൂടി പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, DG ഷിപ്പിംഗ് മന്ത്രാലയം തന്നെയാണ് ഈ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ കണക്കുകൾ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അത് സാങ്കേതികമായാലും അതല്ലെങ്കിലും കൃത്യമായ വിവരങ്ങൾ അവരാണ് നൽകേണ്ടത്. അതും കൈക്കലാക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എപ്പോഴായിരിക്കും ഈ DG ഷിപ്പിംഗ് അത് എപ്പോഴായിരിക്കും നൽകുക? ഇനിയിപ്പോൾ നടക്കേണ്ട നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് എന്താണ്? പ്രജിൻ, നിലവിൽ ഈ കപ്പലിന്റെ ബാക്കി നടപടികൾ, അതായത് മുങ്ങിയ കപ്പലിൽ നിന്ന് ഓയിൽ മാറ്റുന്ന നടപടിയും അതോടൊപ്പം ഈ കണ്ടെയ്നർ മാറ്റുന്ന നടപടിയും ഒക്കെയാണ് പുരോഗമിക്കുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ നടപടി എന്ന രീതിയിൽ ഈ ഷിപ്പ് ഉയർത്താനൊരു ശ്രമവും നടത്തും. അത് മൂന്നുമാണ് കടലിനകത്ത് നടക്കുക. അതിനപ്പുറത്ത് ഇതിലൊരു അന്വേഷണം ഇതിനോടകം തന്നെ DG ഷിപ്പിംഗ് നടത്തുന്നുണ്ട്. അതായത് ഈ കപ്പൽ മറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ DG ഷിപ്പിംഗ് തീരുമാനിച്ചത്. ആ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ DG ഷിപ്പിംഗ് വ്യക്തമാക്കിയത് ഇതിൽ അസ്വാഭാവികതയൊന്നും പ്രാഥമികമായി കണ്ടെത്താനായിട്ടില്ല. ബലാസിലുണ്ടായിരുന്ന ഒരു ടെക്നിക്കൽ എററാണ്, അതാണ് ഈ കപ്പൽ മറിയാനുള്ള കാരണമെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ആ ബലാസിലുണ്ടാകാനുള്ള ടെക്നിക്കൽ എററിന് രണ്ട് കാരണങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതിലൊന്ന് ഇത് മെഷീനറി എറർ ആയിരിക്കാം, സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഈ നാവിഗേഷനുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷണൽ എററാണ്. ആ രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ റിപ്പോർട്ട്, ഒരു പ്രാഥമിക റിപ്പോർട്ട് നിലവിൽ ഈ DG ഷിപ്പിംഗ് തയ്യാറാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതും ഈ കേസുമായി വായിച്ചു നോക്കുമ്പോൾ രണ്ടാം പ്രതിയായി ഈ ക്യാപ്റ്റനെ വെച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ഓപ്പറേഷണൽ ഫംഗ്ഷന്റെ പ്രശ്നമായി നമുക്ക് കണക്കാക്കാനാവും. ചേർത്തിട്ടുള്ള വകുപ്പുകളും സമാനമായ രീതിയിൽ അത് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. നിലവിലൊരു മത്സ്യത്തൊഴിലാളി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കപ്പൽ മറിഞ്ഞ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ നേരിട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് കത്തെഴുതാൻ പോകുന്നു എന്നൊക്കെ ഫിഷറീസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷെ പിന്നീട് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകേണ്ടതില്ല, നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് രണ്ടാമത്തെ കപ്പൽ മറിയുന്നത്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഗൗരവത്തോടുകൂടി ഈ വിഷയം കാണാൻ തുടങ്ങിയത്. കേസെടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ നിയമ തടസ്സമോ ഉണ്ടാകുന്ന ആശങ്ക സംസ്ഥാന സർക്കാരുണ്ടായിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് ഇത് 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത്, തോട്ടപ്പള്ളിയിൽ നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകത്താണ് ഈ കപ്പൽ മറിഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ കോസ്റ്റൽ പോലീസിന്റെ ഒരു അധികാര പരിധി 12 നോട്ടിക്കൽ മൈലാണ്. അങ്ങനെയെങ്കിൽ കേസെടുക്കാനാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ എൻട്രിക്ക ലെക്സി പോലുള്ള കപ്പലിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ, വെടിയുതിർത്ത ഘട്ടത്തിലൊക്കെ നമ്മൾ കേസെടുക്കുകയും വിചാരണ നടപടിയിലേക്ക് പോകുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കേസെടുക്കുന്ന കാരണത്തിൽ അല്ലെങ്കിൽ ആ നടപടിയിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം മറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ കോസ്റ്റൽ പോലീസ് ഒരു കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. കാരണം ഈ കപ്പൽ കമ്പനിയെ പ്രതിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ തുടർ നടപടിക്ക് സ്വാഭാവികമായി അവരെ വിളിച്ചു വരുത്തേണ്ടി വരും, അവർക്ക് നോട്ടീസ് അയക്കേണ്ടി വരും, ശാസ്ത്രീയമായ തെളിവുകളൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കും. അതിന് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ സഹായം ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഭ്യമാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. നിരവധി വകുപ്പുകൾ, ഒരു 6ഓളം വകുപ്പുകൾ ചുമത്തിയാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. 282, 84, 85, 86, 87, 35 ഈ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ നാവിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളും അതോടൊപ്പം തന്നെ ഹസാർഡസ്, മറ്റുള്ള ആളുകളുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിക്കുന്ന ഈ കപ്പൽ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളൊക്കെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി തുടരന്വേഷണം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരു പക്ഷേ ഒരു പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് പോലീസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതൊരു ഹസാർഡസ് ബയോഡൈവേഴ്സിറ്റിയെ തന്നെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി പോലീസ് അന്വേഷണം മുന്നോട്ട് പോകാനാണ് സാധ്യത. ഒരുപക്ഷേ ഒരു കമ്മീഷനൊക്കെ വെച്ച്
സംസ്ഥാന സർക്കാർ അന്വേഷിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഒരു ക്രൈം എന്ന രീതിയിൽ അന്വേഷിച്ച് ഒരു കേസ് അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഷുറൻസ് അടക്കമുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള തുക നമുക്ക് ലഭ്യമാകണം. മറ്റ് കപ്പലുകൾ നമ്മുടെ കപ്പൽ ചാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിക്കണം. അപ്പോൾ ഒരു ക്രൈമിനപ്പുറത്തേക്ക് അത്തരം നടപടിയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട്. ആ രീതിയിലൂടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായാലും ഒരു കേസ് എടുത്തു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. നേരത്തെ വിമർശനങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു കേസ് എടുക്കാൻ തീരുമാനിച്ചു. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തുടരന്വേഷണം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. അത് കേന്ദ്ര സർക്കാർ കൂടി ഒരുപക്ഷെ അവരുടെ സഹായത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഫോർട്ട് കൊച്ചിയുടെ കോസ്റ്റൽ പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പ്രജിൻ.